ഇല്ലേ? അകത്തുണ്ട്. കം. ഭായ്. ശിവ. നമസ്തേ. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളും. വിശ്വസ്തനാണ്. ഇവനെ മറികടന്ന് ഒരുത്തനും ഇവിടെ കളിക്കയില്ല. അച്ഛാ. അപ്പോ ശിവ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഉറപ്പിക്കാം. എങ്ങനെ? പഴയതുപോലെ ആസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ അത് നടക്കില്ല. നീ എന്താ പറഞ്ഞത്? അതെ, പഴയ പോലെ കമ്മീഷൻ പറ്റിയുള്ള ഏർപ്പാടിനി പറ്റില്ലെന്ന്. പിന്നെ ബിസിനസ്സിലാവുമ്പോ ലാഭം കിട്ടണം. ലാഭം എന്ന് പറഞ്ഞാൽ 50-50 അതെനിക്ക് കിട്ടണം. ശിവ, പങ്ക് ചോദിക്കാൻ മാത്രം നീ വളർന്നോ? വളർന്നു കൂട്ടിക്കോ. എന്നും ഇങ്ങനെ താൻ മാത്രം വളർന്നാ പോരല്ലോ. ശിവ, നീ എവിടെ നിന്ന് സംസാരിക്കണം നിനക്കറിയോ? അറിയാടോ, നല്ല പോലെ അറിയാം. ഈ ചോട്ടാബായും തങ്കവേലും താനും ഒക്കെ ബിസിനസ്സിൽ എനിക്ക് ഒന്ന് തന്നെ. പണിയെടുക്കാൻ ഞാനും പണം ഉണ്ടാക്കാൻ നിങ്ങളും എന്നുള്ള ഈ പരിപാടി ഇനി നടക്കില്ല. തങ്കവേലു, നിർത്തടാ. നീ ഞാനും തമ്മിലുള്ള എല്ലാ ഏർപ്പാടുകളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ചോട്ടാബായിയുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് നിന്നെ ഞാൻ ചോട്ടാബായാലും ബെഡാബായി വന്നാലും എന്നൊരു ചുക്കും ചെയ്തിട്ടോ. താൻ ആരാണെന്ന് വിചാരിച്ചത്? ശിവ, നിന്നെ വളർത്തി വലുതാക്കി ഇവിടെ വരെത്തിച്ച് വേലുബായാണെന്ന കാര്യം നീ മറന്നു. അതേടാ, മറന്നു. എല്ലാം മറക്കും ഞാൻ. എന്നെ വെച്ച് കളിച്ച് നേടാനുള്ളതൊക്കെ നേടി കഴിഞ്ഞിട്ടിപ്പോ തനിക്ക് അവനെ കൊല്ലണം അല്ലേ? എന്റെ കൺമുമ്പിലിട്ട് നീ അവനെ കൊല്ലല്ലടാ. തൊടില്ല നീ അവനെ. അപ്പൊ ഞാൻ സുഹൃത്തിനോട് കാണിച്ചതിലുള്ള രോഷപ്രകടനമായിരുന്നു ഇതുവരെ അല്ലേ? നോക്ക്, ഇനി മണ്ണിൽ ഒരുമിച്ച് നിന്ന് വേര് പിടിക്കാമെന്ന് വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു മാറ്റും ഞാൻ ആ വേര്. ഇനി എന്റെ നെഞ്ചുകാരെ വിരൽ ചൂണ്ടിയാ വെട്ടി മാറ്റും ഞാൻ ഈ കൈ. തങ്കവേലു, छोड़ दो उसे. ഭായി, ഇവനെ ജീവനോടെ വിട്ടാൽ? समझता हूं मैं, सब कुछ समझता हूं. भाई तुम जाओ. आउट. I agree to your terms. 50-50. Okay? ഭായി, ഭായി. ആന്റണി, പരസ്പരം വെട്ടിയും ചതിച്ചും കൊന്നും നമ്മൾ യുദ്ധം ചെയ്തതൊക്കെ പാഴായി പോയിടോ. ഇനി ഈ നിമിഷം മുതൽ നമ്മൾ ഒന്നാണ്. യു നോ വൈ? അറിയാൻ വേലുഭായി. അതുകൊണ്ടാ ഭായി വിളിച്ചപ്പോ സർവ്വതും മറന്ന് ഞാൻ ഓടിയെത്തിയത്. ശിവയും മൈക്കിളും എപ്പോ വേണമെങ്കിലും ഇനിയും പഴയ സുഹൃത്തുക്കളാവും. അതുകൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെട്ടേക്കും. നോ, നെവർ. അവരൊരിക്കലും ഒന്നിക്കില്ല. ആന്റണിയാ പറയുന്നത്. ഇല്ലടോ, നമ്മളൊക്കെ കൂടി വളർത്തി വിട്ടവർ നമ്മളെ തന്നെ ചവിട്ടി താഴ്ത്തി കയറിപ്പോകുന്നു. ഞാനും താനും ഒക്കെ നിസാര കണ്ണികളായി മാറുന്നു. ഇല്ല ഭായി, അങ്ങനെ സംഭവിക്കാൻ അവസരം ഉണ്ടാവരുത്. അതിനു മുമ്പ് തീർത്തിരിക്കണം അവനെ, ആ ശിവയെ. നിങ്ങളോടൊപ്പം അന്നും ഇന്ന് നിഴൽ പോലെ നിന്നവനാ ഞാൻ. ഒരവസരം എനിക്കും തന്നൂടെ? തന്നിരിക്കുന്നു രഘുരാമൻ. പക്ഷേ എനിക്ക് അവനെ വേണം, ആ ശിവയെ. എന്നിട്ട് വേണം ചില കണക്കുകൾ തീർക്കാൻ. എന്താ ആന്റണി? ഹലോ ശിവ, ഞാനാ രഘുരാമൻ. എന്താ കാര്യം? ഒരു തെറ്റുപറ്റിപ്പോയി. നീ എനിക്ക് മാപ്പ് തരണം. വേലുബായിയോട് നീ അങ്ങനെ സംസാരിച്ചപ്പോ അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിന്റെ വളർച്ച സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയില്ല ശിവ. താൻ കാര്യം പറയടോ. എനിക്ക് ശിവയെ കാണണം. ഞാൻ കുറച്ച് തിരക്കില്ല. അത് പറഞ്ഞാ പറ്റില്ല. എനിക്ക് നിന്നെ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞേ പറ്റൂ. എങ്കിലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. ശരി ശിവ, ഞാൻ ഉടനെ എത്താം.
Dhirubhai. Okay. Thank you. Thank you. ദൈവമേ, എന്താ ശിവ, പേടിച്ചു പോയല്ലേ? ചില നിമിഷങ്ങളിൽ മനുഷ്യരങ്ങനെയാണ്. എല്ലാം നേടിയിട്ടും അതൊന്നും രക്ഷയ്ക്കെത്താത്ത വല്ലാത്തൊരു നിമിഷത്തിൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ നിന്റെ ഇടനെഞ്ചിൽ നിന്നുയർന്ന അവസാനത്തെ വിളി ഞാൻ കേട്ടു. വന്നു. ഇനി റിലാക്സ്, റിലാക്സ്. ആരാ? നിങ്ങൾ ആരാ? എന്നെ അറിയാത്തവർ വളരെ ചുരുക്കമല്ലേ ശിവ? ഞാനൊരു നൊമാഡ്, ദേശാടകൻ, ഭിക്ഷാം ദേഹി. പേര്? പല പേരുകളില്ലേ എനിക്ക്. 33 കോടി ദേവഗണങ്ങളിലും അതിന്റെ അത്ര മനുഷ്യഗണങ്ങളിലും എന്റെ പേരുണ്ട്. ആദിയിലുണ്ടായ വചനത്തിലും പിതാവിലും പുത്രനിലും ഞാനുണ്ട്. പിന്നെ പട്ടാപ്പകൽ നിരപരാധികളെ കൊന്നിടുമ്പോൾ, മുറ്റത്തോടിക്കളിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബെറിഞ്ഞ് വീഴ്ത്തുമ്പോൾ, ഇരുളിന്റെ വഴിപിഴച്ച സന്തതികൾ കുരുന്നു പെൺകുട്ടികളുടെ മാനം കവർന്നെടുക്കുമ്പോൾ, നാടാകെ കോമരം തുള്ളുമ്പോൾ ഞാൻ അവതരിക്കും. ഇവിടെയും വന്നു. തൽക്കാലം രക്ഷകനെന്ന് കരുതിക്കൊള്ളു. പ്രാണവായുവിന്റെ ഈടിന്മേൽ ഞാൻ നിനക്ക് തരുന്ന ഈ ജീവിതം ഭയന്നോടാനുള്ളതല്ല, ചെറുത്തുനിന്ന് പടവെട്ടി നേടിയെടുക്കാനുള്ളതാ. ശിവ, നിനക്കിത്തിരി കുറുമ്പ് കൂടിപ്പോയി. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളെയും നീ സമ്പാദിച്ചു. ഇപ്പോഴിവിടെ ഉണ്ടല്ലോ ഒരുത്തൻ. നിനക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നതാണ്. അനുസരണക്കേടിനുള്ള ശിക്ഷ വാങ്ങാതെ നീ പോവില്ല, അല്ലേ? ചെകുത്താന്റെ പരീക്ഷണങ്ങളുമായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കാതെ നീ പോ. ഈ കത്തിമുന പോലെയാണ് ജീവിതം. ഔചിത്യബോധമില്ലാതെ ഇത് ഉപയോഗിച്ചാൽ സ്വന്തം നെഞ്ചിലേക്ക് തന്നെ
ബൂമറാങ് പോലെ തറച്ചു കയറും. എന്തിനു വേണ്ടിയായിരുന്നു ശിവ ഇതൊക്കെ? പറ, എന്തിനു വേണ്ടി? അത് പണം. പണം? പണം? പണത്തിന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്ന, പണമാണ് സർവവും എന്ന് ഉദ്ഘോഷിക്കുന്നവരുടെ നെറുകേടിന്റെ കുരുത്തംകെട്ട ലോകത്ത് നിന്നും നേടിയ പണത്തിന് നിന്നെ രക്ഷിക്കാനായോ? ഇല്ല. ഒടുവിൽ പരാജയത്തിന്റെ അവസാന പടവിലെത്തി നിൽക്കുമ്പോൾ പണം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതെന്തേ? കഴിയില്ല ശിവ, കഴിയില്ല. നമ്മുടെ അഹന്തയുടെ കവചങ്ങളെല്ലാം അഴിഞ്ഞു വീഴുമ്പോൾ ഒടുവിൽ രക്ഷയ്ക്കെത്തുന്നത് ഒന്ന് മാത്രം: ഉന്നതങ്ങളിൽ നിന്നും അത്യുന്നതങ്ങളിൽ നിന്നും വരുന്ന ഈശ്വര കടാക്ഷം. The God's grace, the God's mercy. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, അവനവൻ വീഴുന്നിടത്ത് ദൈവത്തിനും പിന്നെ സ്വന്തം ചങ്കൂറ്റത്തിനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആദ്യം നീ നിന്റെ തോൽവിക്കിടയിൽ നിന്ന് മനസ്സൊന്ന് വകഞ്ഞു മാറ്റി പുറത്തു വാ. എന്നിട്ട് ചങ്കൂറ്റത്തോടെ ഇറങ്ങി നിന്നെ തകർക്കാൻ ശ്രമിച്ചവരുടെ രാവണൻ കോട്ടകൾ തകർത്ത് അവരെ കാൽ കീഴിലാക്കുന്ന ഇന്ദ്രജാലം എനിക്കൊന്ന് കാട്ടിത്താ ശിവ, കാട്ടിത്താ. പോകാൻ സമയമായി. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇനി നമ്മൾ തമ്മിൽ എന്ന് കാണും. എവിടെ വെച്ച്? അതെ, കാണും. ഒരിക്കൽ, എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും. അന്നെന്റെ രൂപം ഇതായിരിക്കില്ല. മറ്റൊരു രൂപം, മറ്റൊരു നാമം, മറ്റൊരു ഭാവം. അതുവരെ നിനക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. ഒരു ചുക്കും എനിക്ക് കേൾക്കണ്ട. എനിക്കിപ്പോ അറിയണം നിങ്ങൾ ആരാണ് അവനെ കൊല്ലാൻ അയച്ചതെന്ന്. മൈക്കിളെ, അവനെ കൊല്ലാൻ ആളയച്ചത് ഞാനാണെന്ന് തന്നെ നീ കരുതിക്കോ. അതിന് നീ എന്തിനാ എത്ര ബഹളം വെക്കുന്നത്? വേലുഭായി, ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പെങ്ങടെ കരുത്തി താലി കെട്ടേണ്ടവനാ ശിവ. അവൻ തട്ടിപ്പോയാ പെങ്ങള് വഴിയാധാരം ആവോന്ന് ഇവന് നല്ലവണ്ണം അറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ, പക്ഷെ അതിനൊക്കെ മുമ്പ് വഴിയാധാരമാവാൻ പോകുന്നത് നിങ്ങളൊക്കെയാ. പന്നിയുടെ മോനെ, നിനക്കെന്നെ കൊല്ലണല്ലേ ശിവ? നിനക്കെന്നല്ല, ഈ ഇരിക്കുന്ന ഒരു ചെറ്റകൾക്കോ സാധിക്കില്ല. എന്നെ കൊല്ലാൻ കൊടുത്തുവിട്ട ആയുധം സ്വന്തം നെഞ്ചിലേക്കിപ്പോ ബൂമറാങ് പോലെ തിരിച്ചു വന്നിരിക്കുക. ശിവ വേണ്ട. വേണം. പണ്ടൊരിക്കൽ എന്നോട് പണം എണ്ണി വാങ്ങുമ്പോ നീ പറഞ്ഞ ഓർമ്മയുണ്ടോ? ദൈവനിശ്ചയം പോലെയാണ് നാം ഒരുമിച്ചതെന്ന്. അന്നൊന്നുകൂടി തീരുമാനിച്ചിരുന്നു. എന്റെ കൈ കൊണ്ടാ നിന്റെ അന്ത്യമൊന്നും. വേണ്ടത് പറ പ്ലീസ്. പണ്ട് ഇതുപോലൊരായുധം എന്റെ കയ്യിൽ വെച്ച് തന്നപ്പോ ഞാൻ തന്നോട് പറഞ്ഞു, ആവശ്യം വരുമ്പോ ഇതെന്റെ കൈ താനേ വന്ന് ചേരുമെന്ന്. ദാ വന്നു ചേർന്നു. ഞാനൊന്ന് വിരലമർത്തിയ മരണം കാത്തു നിൽക്കുമ്പോ പിന്നെ വേലുബായിക്ക് അങ്ങനെ നിന്നെ രക്ഷിക്കാൻ പറ്റും? പറ വേലുബായി, രക്ഷിക്കാൻ പറ്റുമോ? ശിവ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനല്ല. അല്ലെന്ന് ഇവൻ പറയട്ടെ. പറടാ, ആരാ എന്നെ കൊല്ലാൻ അയച്ചത്? അത് പറയാൻ. അത് വേലുബായും ആന്റണി സാറും പറഞ്ഞിട്ട്. ആന്റണി, നിനക്കുണ്ട് ഇതിലൊരു ബുള്ളറ്റ്. നിന്റെ പഴയ റൂട്ട് മാപ്പ് തപ്പിയാ കിട്ടുന്ന ശിവ എന്ന പാവം പയ്യനല്ലേ ഈ പറയുന്നത്? ശിവ, നിന്നോട് ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനും നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കാം. മാപ്പോ? അങ്ങനെ ഒരു മാപ്പിൽ ഒതുങ്ങുന്നതല്ലോ ആന്റണി കാര്യങ്ങള്. അല്ല സബാനെ? വലിയ പ്രയാസ. മുമ്പ് ഇവനെ രക്ഷിക്കാൻ ഇവന്റെ മുമ്പിൽ ഞാൻ എരന്നു നിന്നപ്പോ ഇവൻ എന്നെ കൊണ്ട് എന്താ ചെയ്യിച്ചത്? കാല് പിടിപ്പിച്ചു. ഇപ്പോ ഇവന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? കാല് പിടിക്കണം.
സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി പെങ്ങളെ പോലെ കരുതിയവളെ പിഴപ്പിച്ച് വളർന്ന ചരിത്രം ശിവയ്ക്കില്ല. അപ്പന്റെ ശവം വിറ്റ പണം കൊണ്ടല്ല ശിവ കളിച്ചു തുടങ്ങിയത്. യു ക്യാച്ച് മൈ പോയിന്റ്. ശിവ, ഇവരെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇനി ഞാനുണ്ട് നിന്റെ കൂടെ. ചെറ്റ് കതറിട്ട് വെള്ളപൂശി പക്ഷം മാറി മാറി ഇരകളെ തമ്മിലടിപ്പിച്ച് വളരാൻ ഇനിയും നീ ഉണ്ടാകരുത്. ഔദാര്യം പോലെ ഞാൻ ഇട്ടു തന്നാ നിന്റെ ഈ ജീവിതം. എന്നിട്ടും മരണം എരന്ന് വാങ്ങാനാ നിന്റെ വിധി. ശിവ, 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 ഹായ്. ഹായ്. സന്തോഷമായി, സന്തോഷമായി. നീ വീട്ടിലേക്കൊന്ന് വന്നല്ലോ. ദാ, ഈ കാണുന്നതൊക്കെ നിനക്കുള്ളതാ. ശിവ, ഞാനിതൊന്നും കാണാൻ വന്നതല്ല. പിന്നെ ശിവയെ കുറിച്ച് ഞാനൊരു കാര്യം അറിഞ്ഞു. അത് സത്യമാകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ ഞാൻ വന്നത്. നീ എന്തറിഞ്ഞു എന്നായി പറയുന്നത്? നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലാൻ സാധിക്കുമോ? നീ എന്തായി പറയുന്നത്? പറ, നിങ്ങൾ ആരെങ്കിലും കൊന്നോ? ജൂലി, നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അല്ല, ഭ്രാന്തല്ല, സത്യം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. പറ, ഞാൻ കേട്ടത് നേരാണോ? ജൂലി, എന്നെ നിന്നെ തമ്മിൽ അകറ്റാൻ വേണ്ടിട്ട് ആരോ പറയുന്ന നുണ കേട്ട് നീ ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുത്. ഇല്ല, ഞാൻ സംസാരിക്കില്ല. പക്ഷേ ഞാൻ കേട്ടത് നുണയാണെങ്കിൽ ഇല്ലായ നീ നാവുകൊണ്ട് ചങ്കുറ്റത്തോട് നിങ്ങൾ പറയണത് എനിക്ക് കേൾക്കണം. എന്താ പറയാൻ പറ്റുമോ? ഈ ഇപ്പൊ പുലമ്പുന്നതൊക്കെ വെറും വിഡിത്തം. ഞാനിപ്പോ ചെയ്യുന്ന ഒരു ബിസിനസ്സാ. അതിന്റെ ഇടയിൽ പലതും കേട്ടെന്ന് വരും. അതൊക്കെ വിശ്വസിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാല് ചിലപ്പോ തകരുന്ന നമ്മുടെ ബന്ധമായിരിക്കും. അതുകൊണ്ട് ജൂലി, നീ ഇപ്പൊ പോ. ഇല്ല, സത്യം അറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. ജൂലി, പറ, നിങ്ങൾ ആരെങ്കിലും കൊന്നോന്ന്? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്കത് കേട്ടാ മതി. ഞാൻ പോട്ടെ.